പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി അവിടുത്തെ കാരുണ്യത്തിലേക്ക് നമ്മളെ ഉണർത്തുന്ന നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം. കൂടെ ഉണ്ടാകട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് മുഴുവനും. എല്ലാ പ്രവർത്തന മേഖലകളും കർത്താവിൻ്റെ സംരക്ഷണത്തെ വിജയം നിറഞ്ഞതായി തീരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വചനം ധ്യാനിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. വിശ്വാസത്തിൻ്റെ ആഴം കൂടുന്നതനുസരിച്ച് അഭിഷേകത്തിൻ്റെ അളവും കൂടും. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കാൻ സാധിക്കും. അവർ കടന്നു ചെല്ലുന്നിടത്തെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിറയുകയും ചെയ്യും. പരിശുദ്ധ അമ്മ കടന്നു ചെന്നപ്പോൾ എലിസബത്തിൽ ആത്മാവ് നിറഞ്ഞതുപോലെ കർത്താവേ, ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞു കവിയുന്നവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.